സൗഖ്യമവൻ, എന്റെ മോചനദ്രവ്യം അവനാരാധന. എന്റെ വിടുതലവൻ, എന്റെ സൗഖ്യമവൻ, എന്റെ മോചനദ്രവ്യം അവനാരാധന. ഹോസാന ഹല്ലേലൂയ, ഹോസാന ഹല്ലേലൂയ, ഹോസാന ഹല്ലേലൂയ, ഹോസാന ഹല്ലേലൂയ. മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം ഈശോ നിങ്ങൾക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നമ്മളെല്ലാവരും വലിയ സൗഭാഗ്യങ്ങൾ ആഗ്രഹിക്കുന്നവരാ. ഏറ്റവും വലിയ സൗഭാഗ്യം എന്താ? അത് നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കുവാനായിട്ട് കഴിവുള്ളവൻ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കുവാനും നമ്മുടെ ജീവിതത്തെ ഉയർത്തുവാനായിട്ടും കഴിവുള്ളവൻ യേശുക്രിസ്തുവാ. അപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത് യേശുക്രിസ്തു നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ആ യേശുക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം. യേശുക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കുവാനായിട്ട് നാം എന്ത് ചെയ്യണമെന്ന് പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം 8-ാം തിരുവചനത്തിലൂടെയാണ്. ഈ വചനത്തില് നമ്മൾ കാണുകയാണ്, യേശുക്രിസ്തുവിനെ പ്രതി ഞാൻ ഈ ലോകത്തിലുള്ള സകലതിനെയും ഉച്ഛിഷ്ടം പോലെ വലിച്ചെറിയുന്നു. തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു, എന്റെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകിയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലതും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. ഇത് ക്രിസ്തുവിനെ നേടുന്നതിനും അവനോടുകൂടെ ഒന്നായി കാണപ്പെടുന്നതിനും വേണ്ടി അത്രേ. വലിയ ഉയർച്ചയിൽ നിന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു പൗലോസ്ലീഹ. സ്ഥാനമാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം ഉച്ഛിഷ്ടം പോലെ വലിച്ചെറിഞ്ഞു. എന്തിനു വേണ്ടിയിട്ടാ? വലിയ വിലയുള്ള ക്രിസ്തുവിനെ നേടിയെടുക്കാൻ, ക്രിസ്തുവിനോടൊന്നാകാൻ. ഇന്ന് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വിലയുള്ളതായി കാണുന്നത് എന്താ? നമ്മൾ വലുതായി കാണുന്നത് എന്താ? ഈ ലോകത്തിന്റെ സമ്പത്ത്, അറിവ്, ജോലി, ബിസിനസ്, സൗഭാഗ്യങ്ങള്, വലിയ വലിയ ബന്ധങ്ങള്, ഇതൊക്കെയാണ് നമ്മൾ ഈ ലോകത്തിൽ വലുതായി കാണുന്നത്. പക്ഷെ അത് നമ്മുടെ ജീവിതത്തെ വളർത്തുകയില്ല. നമ്മുടെ ജീവിതത്തെ വളർത്തുന്നത് കർത്താവായ യേശുക്രിസ്തുവാ. ആ യേശുക്രിസ്തുവിനെ സ്വന്തമാക്കാൻ, ഈ ലോകത്തിനുള്ളതിനെ ഉച്ഛിഷ്ടം പോലെ വലിച്ചെറിയാനായിട്ട് നമ്മൾ തയ്യാറാവണം. പ്രിയപ്പെട്ടവരെ, ഈശോയോട് ചേർന്ന് നിൽക്കണം. ലൗകിക കാര്യങ്ങളെക്കാളും കൂടുതൽ ആധ്യാത്മിക കാര്യങ്ങൾക്ക് നമ്മൾ താല്പര്യം വെക്കണം. അങ്ങനെ നമ്മൾ ജീവിച്ചു കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ നിറയുന്നതും നമ്മുടെ ജീവിതം യഥാർത്ഥത്തിൽ സന്തോഷപൂർണമാകുന്നതും. ക്രിസ്തുവിനെ സ്വന്തമാക്കുന്നതിന് എതിരായിട്ട് നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ ലൗകിക കാര്യങ്ങളും മാറ്റിവെക്കുക. അതിനുവേണ്ടിയുള്ള കൃപയാചിച്ച് കരങ്ങളെ യാതനയോടെ പിടിച്ച് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, മക്കളെ ഓരോരുത്തരെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇവരെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. അങ്ങയെ നേടുന്നതിന് ലൗകികമായ എല്ലാറ്റിനെയും വലിച്ചെറിയുവാനും ഉപേക്ഷിക്കുവാനുള്ള കൃപ ഇവർക്ക് കൊടുക്കണമേ. ഈശോയെ, അങ്ങയുടെ ശക്തി ഇവരിൽ നിറയട്ടെ, അങ്ങയുടെ കൃപ ഇവരിൽ നിറയട്ടെ, അങ്ങയുടെ സ്നേഹം ഇവരിൽ നിറയട്ടെ, അങ്ങയുടെ അഭിഷേകം ഇവരിൽ നിറയട്ടെ. ഇവരിൽ ഏതെങ്കിലും തരത്തിലുള്ള തിന്മയുണ്ടെങ്കിൽ, ഇവരുടെ കുടുംബത്തിൽ തിന്മ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, പ്രകാരമുള്ള എല്ലാ തിന്മയുടെ ശക്തികളെയും പൈശാചിക അരൂപികളെയും ദുഷ്ടശക്തികളെയും നാശശക്തികളെയും ദിവ്യകാരുണ്യത്താൽ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.